2025 ജൂൺ 7 മിഷിഗണിലെ ഡിട്രോയിറ്റിലുള്ള സാക്രമെന്റ് കത്തീഡ്രലിനുള്ളിൽ ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു പൗരോഹിത്യ സ്വീകരണം നടത്തപ്പെട്ടു. 67-കാരനായ പാട്രിക് ബ്രൂൺ കർത്താവിന്റെ അഭിഷിക്തനായി നിയോഗിക്കപ്പെട്ടു. ഡിട്രോയിറ്റ് അതിരൂപതയിൽ ഒരു വൈദികനായി ഫാദർ പാറ്റ് ബ്രൂൺ തന്റെ 67-ാമത്തെ വയസ്സിൽ നിയോഗിക്കപ്പെട്ടു. 41 വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷം തന്റെ ജീവിത പങ്കാളി ജോർജിയാനയുടെ മരണത്തെ തുടർന്നാണ് പാട്രിക് ബ്രൂൺ സെമിനാരി പരിശീലനത്തിൽ പ്രവേശിച്ചത്. 67-ാം വയസ്സിൽ എന്തായിരിക്കാം ബ്രൂണിനെ പൗരോഹിത്യത്തിലേക്ക് ആകർഷിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ്. ബ്രൂണിന്റെ ഭാര്യയുടെ രോഗസമയത്ത് ആശ്വാസമായി ഒപ്പമുണ്ടായിരുന്ന പുരോഹിതരുടെ ശുശ്രൂഷ ബ്രൂണിനെ വളരെയധികം സ്പർശിച്ചു. എന്റെ ഭാര്യയ്ക്ക് രോഗം വന്നപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും സഹായഹസ്തങ്ങളും പരിചരണവുമായി ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയിലൂടെയും കൈവപ്പ് ശുശ്രൂഷയിലൂടെയും തങ്ങളോടൊപ്പമായിരുന്ന പിന്തുണ നൽകിയ പുരോഹിതന്മാരുടെയും ഡീക്കന്മാരുടെയും വലിയ സാന്നിധ്യമാണ് തന്നിൽ ഇത്തരമൊരു ചിന്ത ജനിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ മുൻപൊരിക്കലും ആകൃഷ്ടനാകാത്ത വിധം യേശുവിന്റെ തിരുഹൃദയ ചിത്രങ്ങളിൽ ആകൃഷ്ടനാകുന്നതും പിന്നീട് അങ്ങോട്ട് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകളും തന്നിൽ ഉരുവായ തിരുഹൃദയ ഭക്തിയും ദൈവവിളിയുടെ അടയാളമായി അദ്ദേഹം കണക്കാക്കുകയും ഒടുവിൽ സെമിനാരിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഫാദർ ബോബ് മാക്കേബ് ബ്രൂണിനെ ഈ വിളി പിന്തുടരാൻ പ്രോത്സാഹിപ്പിച്ചു. ബ്രൂൺ 3 കുട്ടികളുടെ പിതാവും 15 പേരക്കുട്ടികളുടെ മുത്തച്ഛനുമാണ്.